ഹലോ ഡിയർ സ്റ്റുഡൻസ്, എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ? നാളെയാണ് നമ്മുടെ എക്സാം അല്ലേ? എല്ലാവരും കറക്റ്റായിട്ട് എക്സാമിന് പഠിച്ചല്ലോ. അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി വെരി ബെസ്റ്റ്. കറക്റ്റായിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് എന്തായാലും നാളത്തെ എക്സാം ഈസി ആയിരിക്കും. നമുക്ക് ഈസി ആവാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മാക്സിമം കണ്ടൻറ്റ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്, കുറേ പേര് എനിക്ക് നോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് മെയിൽ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടവർക്കൊക്കെ ഞാൻ ക്ലാസ് നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട് മെയിൽ വഴി. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച മാക്സിമം ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ അത് നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, ഞാൻ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നോട്ട്സ് കിട്ടിയിട്ടില്ലെങ്കിലോ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിലോ നിങ്ങൾ ഒന്നും കൂടി എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ കറക്റ്റായിട്ട് നാളത്തെ എക്സാമിന് പഠിക്കുക. കാൽക്കുലേറ്റേഴ്സ് മസ്റ്റായിട്ടും കൊണ്ടുപോവുക. ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. 3 മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുക. അപ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് നമുക്കൊന്നും കൂടി പറയാം. നമ്പർ സിസ്റ്റം, അതിൻ്റെ കൺവേർഷൻ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമലിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും വെച്ചുള്ള നെഗറ്റീവ് നമ്പർ അഡീഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ BCD അഡീഷനും BCD സബ്ട്രാക്ഷനും അല്ലേ? പിന്നെ ലോജിക് ഗേറ്റ്സ് പഠിക്കുക. അതിൽ യൂണിവേഴ്സൽ ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പഠിക്കുക. ബൂലിയൻ അൽജിബ്രയിലും ഡിഫറെൻറ്റ് ബൂലിയൻ ലോസ് പഠിക്കുക. കെ മാപ്പ് ഷുവറായിട്ടും പഠിക്കുക, മാൻഡേറ്ററി ക്വസ്റ്റ്യൻ. പിന്നെ മക്സ് പഠിക്കുക, ഡിമക്സ് പഠിക്കുക, അതിൻ്റെ ന്യൂമറിക്കൽസ് പഠിക്കുക. എൻകോഡറും ഡീകോഡറും പഠിക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഡർ സർക്യൂട്ട്, അതിൽ ഫുൾ ആഡറും BCD ആഡറും നിർബന്ധമായിട്ടും പഠിക്കുക. സബ്ട്രാക്ടർ സർക്യൂട്ട്സ് പഠിക്കുക. കോഡ് കൺവേർട്ടേഴ്സ് പഠിക്കുക. മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ പഠിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 4th മൊഡ്യൂളിൽ നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിക്കുക. ഷുവറായിട്ടും 8 മാർക്കിന് ഫ്ലിപ്പ് ഫ്ലോപ്സ് ചോദിക്കും. കൗണ്ടേഴ്സ് പഠിക്കുക. അതിൽ അസിൻകർണസ്, അപ്പ്, ഡൗണ്, മോഡുലോ, സിൻകർണസ്, എല്ലാ കൗണ്ടേഴ്സും അല്ലേ? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിക്കുക. സിസോ, സിപ്പോ, പിസോ, പിപ്പോ. പിന്നെയോ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ പഠിക്കുക. റിങ്ങും ജോൺസൺ കൗണ്ടറും പഠിക്കുക. പിന്നെ അരിത്തമെറ്റിക് അൽഗോരിതംസ് പഠിക്കുക, CSE സ്റ്റുഡൻസ്. അതുപോലെ തന്നെ PLA, PROM വെച്ചിട്ടുള്ള പ്രോബ്ലംസും CSE സ്റ്റുഡൻസ് പഠിക്കുക. EC സ്റ്റുഡൻസ് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടത് ലോജിക് ഫാമിലീസ് ആണ്. CMOSും NANDും, CMOS വെച്ചിട്ടുള്ള നോറും CMOS വെച്ചിട്ടുള്ള നോട്ടും, അതുപോലെ TTL, ECL സർക്യൂട്ട്സും പഠിക്കുക. വെരിലോഗ് പ്രോഗ്രാമും EC സ്റ്റുഡൻസ് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സാം ഈസി ആവട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്.